നമസ്കാരം. ദേവൂസ് ചാനലിൻ്റെ ജ്യോതിഷ വിഭാഗമായ പ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രദക്ഷിണത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലൂടെ തൃക്കേട്ട നക്ഷത്രക്കാരുടെ 2024 ഫലങ്ങളാണ് വിവരിക്കുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. വൃശ്ചികം രാശിയിലായി കാണപ്പെടുന്ന തൃക്കേട്ട നാളുകാർ പുതിയ പുതിയ ആശയങ്ങൾ ആലോചിച്ച് നടപ്പാക്കുന്നവരും രാപകലില്ലാതെ അധ്വാനിക്കുന്നവരുമായിരിക്കും. നിർബന്ധ ബുദ്ധിക്കാരും മറ്റുള്ളവർക്ക് വഴങ്ങാത്തവരുമാണ് ഈ നാളുകാർ. ഇവരുടെ നിർബന്ധ ബുദ്ധിയും വീണ്ടു വിചാരമില്ലാത്ത പ്രവൃത്തിയും ഈ നാളുകാരുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വരുത്തിവെക്കാറുണ്ട്. ചതിയും വഞ്ചനയും കാണിക്കുന്നവരോട് അകന്നു നിൽക്കുന്നവരാകും തൃക്കേട്ട നാളുകാർ. ബന്ധുക്കളിൽ നിന്നും ഇവർക്ക് കാര്യമായ ഉപകാരങ്ങളും സഹായങ്ങളും ഒന്നും ലഭിക്കാറില്ല. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർ ശൂരന്മാരും നല്ല കുലം, യശസ്, ധനം എന്നിവയുള്ളവരും മറ്റുള്ളവരുടെ സ്വത്ത് അനുഭവിക്കുന്നവരും ഉയർച്ചയിൽ ആഗ്രഹമുള്ളവരും ആയിരിക്കുമെന്ന് ജ്യോതിഷത്തിൽ പറയുന്നു. ഈ നാളുകാരായ സ്ത്രീകൾ ജീവിതത്തിൽ പല ദുരനുഭവങ്ങളെയും നേരിടേണ്ടി വരുന്നവരാണ്. ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകളും സന്താന ഭാഗ്യമില്ലായ്മയും വൈധവ്യവും ദാരിദ്ര്യ ദുഃഖവുമൊക്കെ ഇവരുടെ ജീവിതത്തിലെ പോരായ്മകളായി പറയുന്നു. മനക്ലേശങ്ങളും പരാശ്രയത്വവും അനാരോഗ്യവും ഒക്കെ തൃക്കേട്ട നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് പൊതുഫലങ്ങളായി പറയുന്നുണ്ട്. ഇനി 2024 തൃക്കേട്ട നക്ഷത്രക്കാർക്ക് നേരിടേണ്ടി വരുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ച് അറിയാം. ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് 2024 തൃക്കേട്ട നാളുകാരെ കാത്തിരിക്കുന്നത്. സാമ്പത്തിക തടസ്സങ്ങളും ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ വിഘ്നവും നേരിടേണ്ടതായി വരുന്നതാണ്. മെയ് മാസത്തിലെ വ്യാഴത്തിൻ്റെ 7ാം ഭാവത്തിലേക്കുള്ള മാറ്റം കുടുംബസുഖവും ദാമ്പത്യ സൗഖ്യവും പ്രദാനം ചെയ്യുന്നതാണെങ്കിലും 4ാം ഭാവത്തിലെ കണ്ടകശനിയുടെ പ്രഭാവത്താൽ മനസ്വസ്ഥത കുറവും ദമ്പതികൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകളുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നതാണ്. സ്വന്തം ഗൃഹത്തിൽ നിന്നും വിട്ടു നിൽക്കേണ്ടതായ സാഹചര്യം വന്നു ചേരും. അനാവശ്യമായ ചെലവുകൾ വർദ്ധിച്ചു വരും. തങ്ങളുടേതല്ലാത്ത കുറ്റങ്ങൾക്ക് ദുഷ്പേര് കേൾക്കുകയും സ്ത്രീകൾ നിമിത്തം അപവാദ പ്രചരണങ്ങളിൽ പെടുകയും ചെയ്യുന്നതാണ്. വിദേശത്തുള്ള ജോലി മതിയാക്കി നാട്ടിലേക്ക് വരേണ്ടതായ സാഹചര്യം വന്നു ചേരും. സന്താനങ്ങളുടെ പ്രവൃത്തികൾ പലപ്പോഴും മനോദുഃഖങ്ങൾക്ക് കാരണമാകും. കാർഷിക മേഖലയിൽ നിന്നുള്ള വരുമാനം ഏറി വരുന്നതാണ്. പല കാരണങ്ങളാലും മേലുദ്യോഗസ്ഥരുടെ അപ്രീതിക്ക് പാത്രമാകും. 7ാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ പ്രഭാവത്താൽ സത്പ്രവർത്തികളും പുണ്യകർമ്മങ്ങളും ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. വിവാഹാലോചനകൾ പലപ്പോഴും ഫലപ്രാപ്തിയിലെത്തുകയും വിവാഹങ്ങൾ നടക്കുകയും ചെയ്യുന്നതാണ്. ദീർഘദൂര യാത്രകൾ നടത്തേണ്ടി വരും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കായിക രംഗത്തുള്ളവർക്കും തങ്ങളുടെ മേഖലകളിൽ നേട്ടങ്ങളുണ്ടാകുന്നതാണ്. ദേവാലയ ദർശനം നടത്തുകയും പുണ്യ തീർത്ഥയാത്രകളിൽ ഏർപ്പെടുകയും ചെയ്യും. വർഷത്തിൻ്റെ മധ്യം വരെ ബുദ്ധിമുട്ടുകളും അലച്ചിലുകളും വർദ്ധിച്ചിരിക്കും. വിദ്യാർത്ഥികൾക്ക് അലസത വർദ്ധിച്ചു വരുന്നതാണ്. ബന്ധുമിത്രാദികളിൽ നിന്നുള്ള സഹായങ്ങൾ ഉണ്ടാകുന്നതാണ്. കരാർ അടിസ്ഥാനത്തിലുള്ള ജോലികളിൽ നിന്നുള്ള വരുമാനം കുറയുകയും
ജോലിയിൽ പ്രതിസന്ധികൾ ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. പൊതുപ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്കും വിവിധ കാരണങ്ങളാലും പ്രതികൂലങ്ങളായ സാഹചര്യങ്ങളാലും തങ്ങളുടേതായ മേഖലകളിൽ ശോഭിക്കാൻ കഴിയാതെ വരും. ഊഹാപോഹങ്ങൾക്ക് അനുകൂലമായി പ്രതികരിക്കേണ്ടി വരുന്നത് പല അവസരത്തിലും അബദ്ധങ്ങളിലേക്ക് വഴിതെളിക്കുന്നതാണ്. ആരോഗ്യകാര്യങ്ങളിൽ സജീവ ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതാണ്. അല്ലാത്തപക്ഷം ജീവിതശൈലി രോഗങ്ങൾ വന്നു ചേരാം. കുടുംബാംഗങ്ങളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പലപ്പോഴും മാനസികമായ സ്വസ്ഥത കുറവിന് കാരണമാകും. വാഹനങ്ങളിൽ നിന്നുള്ള അപകടങ്ങൾക്ക് സാധ്യത കാണുന്നു. കർമ്മമേഖലയിൽ കഴിവ് തെളിയിക്കുവാനും തൊഴിൽ സ്ഥാപനത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി തങ്ങളുടെ വൈദഗ്ധ്യം ഉപയോഗപ്പെടുത്തുവാനും സാധിക്കുന്നതിലൂടെ ആത്മസംതൃപ്തി ഉണ്ടാകും. കാലങ്ങളായി തുടർന്നു പോന്നിരുന്ന ദുശീലങ്ങൾ ഈ വർഷം ഉപേക്ഷിക്കുന്നതിലൂടെ പുതിയ ജീവിതത്തിന് തുടക്കം കുറിക്കാൻ സാധിക്കുന്നതാണ്. വർഷത്തിൻ്റെ അവസാനത്തോടെ കർമ്മമേഖലയിൽ അനുകൂലമായ പല മാറ്റങ്ങളും കൊണ്ടുവരാൻ സാധിക്കും. പ്രതീക്ഷകൾക്ക് അനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നത് മനസ്സന്തോഷം പകരുന്നതാണ്. അർഹതപ്പെട്ട അംഗീകാരങ്ങൾ തേടിയെത്തും. കുടുംബത്തിൽ വിവാഹം പോലെയുള്ള മംഗളകർമ്മങ്ങൾ നടക്കുന്നതാണ്. ബുധദശയിലാണ് തൃക്കേട്ട നാളുകാരുടെ ജനനം. ഈ നാളുകാർ തൃക്കേട്ട, രേവതി, ആയില്യം നാളുകളിൽ ക്ഷേത്രങ്ങളിൽ തൊഴുത് പ്രാർത്ഥിക്കുന്നതും പൂജാതി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും ശ്രേയസ്കരമായി പറയുന്നു. രാശ്യാധിപനായ ചൊവ്വയെയും ബുധനെയും പ്രീതിപ്പെടുത്താൻ ആവശ്യമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് വഴി ദോഷങ്ങൾ അകലുന്നതാണ്. ചൊവ്വ ഓജരാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ സുബ്രഹ്മണ്യ ഭജനവും, യുഗ്മരാശിയിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ഭദ്രകാളി ഭജനം നടത്തേണ്ടതാണ്. ഇവരുടെ ജീവിതത്തിൻ്റെ മധ്യകാലം ക്ലേശകരമായി കാണുന്നു. ഏകദേശം 50 വയസ്സ് വരെ തൃക്കേട്ട നാളുകാരുടെ ജീവിതത്തിൽ കാര്യമായി പുരോഗതി കാണുന്നില്ല. ശേഷമുള്ള ജീവിതത്തിൽ നേട്ടങ്ങളും പുരോഗതി ഉണ്ടാകുന്നതാണ്.